രേണുസുതിയുടെ കാര്യങ്ങളെല്ലാം വാർത്തകളായി ഇടം പിടിക്കാറുണ്ട്. എല്ലാ സെലിബ്രിറ്റികളും ചെയ്യുന്ന കാര്യമാണെങ്കിലും താൻ ചെയ്താൽ വിവാദമാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നെഗറ്റീവ് പറയുന്നവർ എന്നും അത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത്തരം കാര്യങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന് രേണുസുതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും പറയുമ്പോഴാണ് ഇങ്ങനെ നെഗറ്റീവ് പ്രചരിക്കുന്നതായി മനസ്സിലാക്കുന്നത്. റീൽസിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫോൺ എടുക്കുന്നത്. വാട്സപ്പിലോ സോഷ്യൽ മീഡിയയിലോ അങ്ങനെ അധികം സമയം ചെലവഴിക്കാറില്ല. ഫോണിൽ ആരെയും വിളിച്ച് അധികം നേരം സംസാരിക്കുന്നതും ഇഷ്ടമല്ല. ഞാൻ അങ്ങനെയാണ്. എപ്പോഴും പാട്ട് കേൾക്കും, റീൽസ് പോസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് രേണുസുതി മുമ്പ് വ്യക്തമാക്കിയത്. കൊല്ലം സുധിയുടെ ഫോട്ടോ ആയിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ DP ആക്കി വെച്ചിരുന്നത്. അടുത്തിടെയായിരുന്നു അത് മാറ്റി സ്വന്തം ഫോട്ടോ വെച്ചത്. അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങളും പ്രതികരണവും ഒക്കെയാണ് രേണുസുതി ഇപ്പോൾ തുറന്നു പറഞ്ഞത്. രേണു ചേച്ചി മോൻ പറഞ്ഞു കേട്ട് പേടിച്ചിട്ടാണ് സുധിയുടെ ഫോട്ടോ മാറ്റിയത് എന്ന് വ്ലോഗിൽ പറയുന്നത് കേട്ടു. എനിക്ക് ചിരി വന്നിട്ട് വയ്യ. നിന്നെ കാണാനൊക്കെ കൊള്ളാമല്ലോ, പക്ഷെ നിന്റെ വായിൽ വരുന്ന കാര്യങ്ങൾ വർത്തമാനമോ? അടിപൊളി വർത്തമാനമാണെന്നും തോന്നുന്നു. കള്ളമല്ലേ പറയുന്നത്? നിന്നെ ഞാൻ എങ്ങനെയാണ് പേടിക്കുന്നത്? നീ എൻ്റെ കെട്ടിയവനൊന്നുമല്ലല്ലോ പേടിക്കാൻ. എനിക്ക് പേടിക്കാനുള്ള സുധിച്ചേട്ടനെ മാത്രമല്ല, നിന്നെ പേടിച്ചിട്ടാണ് DP മാറ്റിയത് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കാര്യമല്ലാതെ ഇതെല്ലാം നുണ പറയല്ലേ. ഞാൻ കമൻറ്റുകളൊന്നും തന്നെ മറുപടി കൊടുക്കാതിരുന്നതാണ്. ചേച്ചി ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു. ചേച്ചി DP മാറ്റിയതിനെ പറ്റിയും ഇയാൾ പറയുന്നുണ്ടല്ലോ, അതെന്തെങ്കിലും സത്യമുണ്ടോ? അതിൻ്റെ റിപ്ലൈ കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നും ചോദിക്കുന്നുണ്ട്. എനിക്കൊരു ബ്ലൂ ടിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. സെലിബ്രിറ്റികൾ മിക്കവർക്കും ബ്ലൂ ടിക്ക് ഉണ്ടല്ലോ, എനിക്കിതുവരെ കിട്ടിയിട്ടുമില്ല. ഞാൻ അങ്ങനെയാണ് പോകുന്നത്. അതിനൊരു ആവശ്യത്തിന് വേണ്ടി, അത് അപ്രൂവൽ ആവാൻ വേണ്ടി പ്രൊഫൈൽ പിക്ചർ മാറ്റിയതാണ്. DP പെട്ടെന്ന് മാറ്റണമെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നിരുന്നു. അങ്ങനെ മാറ്റിയതാണ്. അല്ലാതെ സുധിച്ചേട്ടനെ എൻ്റെ ഹൃദയത്തിൽ നിന്നും എടുത്തു കളഞ്ഞതല്ല. ഞാൻ വേറൊരു വിവാഹത്തിന് തയ്യാറെടുക്കുന്നതുമല്ല. എനിക്കൊരു കഠിന പ്രണയവുമില്ല. നിന്നെയൊക്കെ പേടിച്ചിട്ടാണോ ഞാൻ ഇതെല്ലാം തന്നെ ഒളിച്ചു വെക്കുന്നത് എന്നുമാണ് രേണുസുതി ചോദിച്ചത്. എന്നാലും രേണുസുതി വീണ്ടും വിവാഹിതയാവാൻ പോകുന്നു എന്ന കാര്യം കഴിഞ്ഞ ദിവസം രേണു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. താൻ പുതിയ വിവാഹത്തെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് എന്നായിരുന്നു രേണുവിൻ്റെ വ്യക്തമാക്കൽ. അത് ആരാണെന്നും ഒരുപാട് പേരുടെ പേരുമായി കേൾക്കുന്നുമുണ്ട്. രേണുസുതിക്ക് പരിചയമുള്ള ഒരുപാട് ഒട്ടനേകം സഹപ്രവർത്തകരുമായ എല്ലാം തന്നെ ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ വ്യാജമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. എന്നിരുന്നാലും രേണുസുതിയുടെ വാർത്തകൾ കേൾക്കാനും കാത്തിരിക്കാനും പ്രേക്ഷകരുമുണ്ട്. നിങ്ങൾക്ക് രേണു ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു ഫ്രണ്ട്സ്.